ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ വീണ്ടും ഒരു സ്റ്റോറി ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് 26ാമത്തെ സ്റ്റോറിയാണ്. അപ്പോൾ ഇതിനകം നമ്മൾ 25 വീഡിയോസ് ഇതുപോലെ സ്റ്റോറീസ് ചെയ്തിട്ടുണ്ട്. എനിക്കറിയാം എല്ലാവരും കാണുന്നുണ്ടെന്ന് എനിക്കറിയാം. ആരെങ്കിലും കണ്ടിട്ടില്ലെങ്കിൽ ഞാൻ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും കണ്ടു നോക്കാം. അപ്പോൾ നിങ്ങളുടെ കൊമൻസൊക്കെ ഞാൻ കാണാറുണ്ട്. എല്ലാവരുടെയും കൊമൻസ് ഞാൻ വായിച്ചിട്ട് ഞാൻ തന്നെയാണ് എല്ലാവർക്കും റിപ്ലൈ തരുന്നത്. അപ്പോൾ എനിക്ക് നിങ്ങളുടെ കൊമൻസൊക്കെ കാണുമ്പോൾ വളരെയധികം സന്തോഷമാണ്. അപ്പോൾ ഇന്ന് എനിക്ക് നിങ്ങൾ എഴുതിയ കുറച്ച് കൊമൻസ് സ്ക്രീനിൽ കാണിക്കാൻ തോന്നി. കാരണം നിങ്ങൾ എനിക്ക് വേണ്ടി കുറച്ച് സമയം എടുത്തല്ലേ കൊമൻസ് എഴുതുന്നത്. അപ്പോൾ എനിക്കും തോന്നി നിങ്ങളുടെ കൊമൻസ് സ്ക്രീനിൽ കാണിച്ചാൽ വളരെ നന്നായിരിക്കുന്നു എന്ന് തോന്നി. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് ഞാൻ തുടർന്നും പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഇന്ന് നമ്മൾ പറയാൻ പോകുന്ന കഥയുടെ പേര് മദേഴ്സ് ലവ് ഫോർ ഹർ സൺ. മകനോടുള്ള അമ്മയുടെ സ്നേഹം. അപ്പോൾ നമുക്ക് വായിച്ചു തുടങ്ങാം. There was a kid who lived with his mother. Kid used to hate his mother because she had only one eye. He used to feel embarrassed. അമ്മയോടൊപ്പം താമസിച്ചിരുന്ന ഒരു കുട്ടി ഉണ്ടായിരുന്നു. അവൻ്റെ അമ്മയ്ക്ക് ഒരു കണ്ണ് മാത്രം ഉണ്ടായിരുന്നതിനാൽ ആ കുട്ടി അവൻ്റെ അമ്മയെ വെറുത്തു. അവന് നാണക്കേട് തോന്നാറുണ്ടായിരുന്നു. There was a kid who lived with his mother. അപ്പോൾ ഇവിടെ there was a kid എന്ന് പറഞ്ഞാൽ കുട്ടിയാണ്. അപ്പോൾ there was a kid എന്ന് പറഞ്ഞാൽ ഒരു കുട്ടി ഉണ്ടായിരുന്നു. അവൻ എവിടെയാണ് താമസിക്കുന്നുണ്ടായിരുന്നത്? Who lived with his mother. അപ്പോൾ ഇവിടെ who എന്ന് ഉദ്ദേശിക്കുന്നത് ആ കുട്ടീനെ കുറിച്ച് തന്നെ പറയാനാണ്. Who lived എന്ന് പറഞ്ഞാൽ താമസിച്ചു. ആരുടെ കൂടെയാണ് താമസിക്കുന്നുണ്ടായിരുന്നത്? With his mother, അതായത് അവൻ്റെ അമ്മയുടെ കൂടെ. അപ്പോൾ ഒന്ന് വായിച്ചു നോക്കിയേ. There was a kid who lived with his mother. അമ്മയോടൊപ്പം താമസിച്ചിരുന്ന ഒരു കുട്ടി ഉണ്ടായിരുന്നു. Kid used to hate his mother. അപ്പോൾ ഇവിടെ എന്താ പറയുന്നത്? Kid, അതായത് ആ കുട്ടി, used to hate. അപ്പോൾ ഇവിടെ ഹേറ്റ് എന്ന് പറഞ്ഞാൽ വെറുക്കുക എന്നാണ് അർത്ഥം വരുന്നത്. അപ്പോൾ കിഡ് യൂസ് ടു ഹേറ്റ് എന്ന് പറഞ്ഞാൽ കുട്ടി വെറുക്കുമായിരുന്നു എന്നാണ് പറയുന്നത്. ആരെയാണ്? ഹിസ് മദർ, അതായത് അവന് അവൻ്റെ അമ്മയെ വെറുക്കുമായിരുന്നു. എന്തുകൊണ്ടാണ്? ബിക്കോസ്, കാരണം ഷീ ഹാഡ് ഓൺലി വൺ ഐ. അപ്പോൾ ഷീ എന്നിവിടെ ഉദ്ദേശിക്കുന്നത് അമ്മേനെയാണ്, ആ കുട്ടിയുടെ അമ്മേനെയാണ് ഇവിടെ ഷീ എന്ന് ഉദ്ദേശിക്കുന്നത്. ഷീ ഹാഡ് ഓൺലി വൺ ഐ. അപ്പോൾ എന്താ പറയുന്നത്? അവൾക്ക് ആകെ ഒരു കണ്ണേ ഉണ്ടായിരുന്നുള്ളൂ എന്നാണ് ഇവിടെ പറയുന്നത്. വൺ ഐ, ഒരു കണ്ണ്. ഹി യൂസ് ടു ഫീൽ ഇംബാരസ്ഡ്. അപ്പോൾ ഇവിടെ എന്താ പറയുന്നത്? ഹി യൂസ് ടു ഫീൽ ചെയ്യുക എന്ന് പറഞ്ഞാൽ തോന്നുക എന്നാണ് അർത്ഥം വരുന്നത്. ഇംബാരസ്ഡ് എന്ന് പറഞ്ഞാൽ നമുക്ക് പറയാം ലജ്ജ തോന്നുക, അല്ലെങ്കിൽ നാണക്കേട് തോന്നുക. നമുക്കൊരു ഓക്വേർഡ് ഫീലിംഗ് ഇല്ലേ, അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇവിടെ ഹി യൂസ് ടു ഫീൽ ഇംബാരസ്ഡ് എന്ന് പറഞ്ഞാൽ അവന് നാണക്കേട് തോന്നുമായിരുന്നു എന്നാണ് ഇവിടെ അർത്ഥം വരുന്നത്. അല്ലെങ്കിൽ അവന് ലജ്ജ തോന്നുമായിരുന്നു എന്നാണ് ഇവിടെ പറയുന്നത്. എന്തുകൊണ്ടാണ്? അമ്മയ്ക്ക് ഒരു കണ്ണ് മാത്രമായതിനാൽ അവന് നാണക്കേട് തോന്നുമായിരുന്നു എന്നാണ് ഇവിടെ അർത്ഥം പറയുന്നത്. ഹിസ് മദർ വർക്ക്ഡ് ആസ് എ സെർവന്റ് ടു സപ്പോർട്ട് ദ ഫാമിലി ആൻഡ് ഹിസ് സ്റ്റഡീസ്. കുടുംബത്തെ സഹായിക്കാനും പഠനത്തിനുമായി അമ്മ വേലക്കാരിയായി ജോലി ചെയ്തു. ഹിസ് മദർ വർക്ക്ഡ് ആസ് എ സെർവൻറ്റ്. അപ്പോൾ ഇവിടെ ഹിസ് മദർ എന്ന് പറഞ്ഞാൽ അവൻ്റെ അമ്മ, വർക്ക്ഡ് എന്ന് പറഞ്ഞാൽ ജോലി ചെയ്തു എന്നാണ് അർത്ഥം വരുന്നത്. എന്തായിട്ടാണ് അല്ലെങ്കിൽ എന്തുപോലെയാണ് ജോലി ചെയ്തത് എന്ന് പറയാനാണ് ആസ് അവിടെ യൂസ് ചെയ്യുന്നത്. ആസ് എ സെർവൻറ്റ്, അതായത് ഒരു വേലക്കാരിയായി ജോലി ചെയ്തു എന്നാണ് ഇവിടെ അർത്ഥം വരുന്നത്. എന്തിനു വേണ്ടിയിട്ടാണ്? ടു സപ്പോർട്ട് ദ ഫാമിലി ആൻഡ് ഹിസ് സ്റ്റഡീസ്. അപ്പോൾ ഇവിടെ സപ്പോർട്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ പിന്തുണയ്ക്കുക എന്ന അർത്ഥമുണ്ടെങ്കിലും ഇവിടെ അർത്ഥം വരുന്നത് നമ്മൾ ഇവിടെ പറയുന്നത് എന്താണ്? ടു സപ്പോർട്ട് ദ ഫാമിലി, അതായത് കുടുംബത്തെ സഹായിക്കാനും, അതായത് ഇവിടെ ഉദ്ദേശിക്കുന്നത് കുടുംബം പോറ്റാനും, അതുപോലെ തന്നെ എന്തിനു വേണ്ടിയിട്ടാണ് ജോലിക്ക് പോകുന്നുണ്ടായിരുന്നത്? ആൻഡ് ഹിസ് സ്റ്റഡീസ്, അതായത് അവൻ്റെ പഠനത്തിനുമായി അമ്മ വേലക്കാരിയായി ജോലി ചെയ്തു എന്നാണ് ഇവിടെ അർത്ഥം വരുന്നത്. One day, mother went to Kid's school to meet him, but Kid was so embarrassed. ഒരു ദിവസം അമ്മ അവനെ കാണാൻ സ്കൂളിലേക്ക് പോയി. പക്ഷേ കുട്ടിക്ക് വളരെ നാണക്കേട് തോന്നി. One day, mother went. അപ്പോൾ one day എന്ന് പറഞ്ഞാൽ ഒരു ദിവസം, മദർ വെൻറ്റ് എന്ന് പറഞ്ഞാൽ ഗോയുടെ പാസ്റ്റ് ടെൻസ് ആണ്. ഗോ എന്ന് പറഞ്ഞാൽ പോവുക, വെൻറ്റ് എന്ന് പറഞ്ഞാൽ പോയി. അപ്പം മദർ വെൻറ്റ് ടു കിഡ്സ് സ്കൂൾ എന്ന് പറഞ്ഞാൽ അമ്മ കുട്ടിയുടെ സ്കൂളിലേക്ക് പോയി എന്ന് പറയാനാണ്
മദർ വെൻറ്റ് ടു കിഡ്സ് സ്കൂൾ എന്ന് പറയുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് പോയത്? ടു മീറ്റ് ഹിം, അതായത് അവനെ കാണാൻ. അപ്പോൾ മീറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ കൂടിക്കാഴ്ച നടത്തുക അല്ലെങ്കിൽ കണ്ടുമുട്ടുക എന്നൊക്കെ അർത്ഥമുണ്ടെങ്കിലും ഇവിടെ ഉദ്ദേശിക്കുന്നത് അവനെ കാണാൻ പോയി എന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. പക്ഷേ കിഡ് വാസ് സോ ഇംപാരസ്ഡ്. അപ്പോൾ ഇവിടെ എന്താ പറയുന്നത്? കിഡ് വാസ് സോ ഇംപാരസ്ഡ് എന്ന് പറഞ്ഞാൽ അവന് വളരെ നാണക്കേട് തോന്നി എന്നാണ് ഇവിടെ അർത്ഥം വരുന്നത്. അതായത് അവൻ വളരെയധികം അവന് ലജ്ജ തോന്നി എന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇവിടെ എന്താ പറയുന്നത്? ഒരു ദിവസം അവൻ്റെ അമ്മ അവനെ കാണാൻ സ്കൂളിലേക്ക് പോയപ്പോൾ അവനത് വളരെ വലിയൊരു നാണക്കേടായി തോന്നി എന്നാണ് ഇവിടെ അർത്ഥം വരുന്നത്. ഹി തോട്ട് ടു ഹിംസെൽഫ്, ഹൗ കുഡ് ഷീ ഡു ദിസ് ടു മീ? ഹി ഇഗ്നോർഡ് ഹർ ആൻഡ് റാൻ ഔട്ട്. അവൻ സ്വയം ചിന്തിച്ചു, അമ്മയ്ക്ക് എന്നോട് ഇത് എങ്ങനെ ചെയ്യാൻ കഴിഞ്ഞു? അവൻ അവളെ അവഗണിച്ച് പുറത്തേക്ക് ഓടി. ഹി തോട്ട് ടു ഹിംസെൽഫ്. അപ്പോൾ ഇവിടെ തോട്ട് എന്ന് പറയുന്നത് തിങ്കിൻ്റെ പാസ്റ്റ് ടെൻസ് ആണ്. തിങ്ക് എന്ന് പറഞ്ഞാൽ ആലോചിക്കുക, തോട്ട് എന്ന് പറഞ്ഞാലോ ആലോചിച്ചു. അപ്പോൾ ഹി തോട്ട് ടു ഹിംസെൽഫ് എന്ന് പറഞ്ഞാൽ അവൻ സ്വയം ആലോചിച്ചു എന്നാണ് ഇവിടെ അർത്ഥം വരുന്നത്. എന്താണ് ആലോചിച്ചത്? ഹൗ കുഡ് ഷീ ഡു ദിസ് ടു മീ? അപ്പോൾ ഇവിടെ കുഡ് എന്ന് പറയുന്ന വാക്ക് നമ്മൾ സാധാരണ സാധ്യതയെ ചൂണ്ടിക്കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കുഡ് യൂസ് ചെയ്യുക. പക്ഷേ ഇവിടെ പ്രവൃത്തി നടന്നു കഴിഞ്ഞൊരു കാര്യമാണ്. അപ്പം അവൻ സ്വയം ആലോചിക്കുകയാണ്, ഹൗ കുഡ് ഷീ ഡു ദിസ് ടു മീ? അപ്പം ഡു എന്ന് പറഞ്ഞാൽ ചെയ്യുക എന്നാണ് അർത്ഥം വരുന്നത്. അപ്പം ഇവൻ ആലോചിച്ചത് എന്താണ്? എങ്ങനെയാണ് അവൾക്ക്, അതായത് എങ്ങനെയാണ് അമ്മയ്ക്ക് എന്നോട് ഇത് ചെയ്യാൻ കഴിഞ്ഞത് എന്ന് അവൻ ആലോചിക്കുകയാണ്. ഹി ഇഗ്നോർഡ് ഹർ ആൻഡ് റാൻ അവേ. അപ്പോൾ ഹി ഇഗ്നോർഡ് ഹർ എന്ന് പറഞ്ഞാൽ ഇഗ്നോർ ചെയ്തു എന്ന് പറഞ്ഞാൽ ഇവിടെ എന്തർത്ഥം വരുന്നത്? അവഗണിച്ചു എന്നാണ് ഇവിടെ അർത്ഥം വരുന്നത്. അപ്പോൾ ഹി ഇഗ്നോർഡ് ഹർ എന്ന് പറഞ്ഞാൽ അവൻ അവളെ അവഗണിച്ചു. ആൻഡ് റാൻ ഔട്ട്. റാൻ എന്ന് പറയുന്നത് റണ്ണിൻ്റെ പാസ്റ്റ് ടെൻസ് ആണ്. റൺ എന്ന് പറഞ്ഞാൽ ഓടുക, റാൻ എന്ന് പറഞ്ഞാലോ ഓടി. അപ്പോൾ ഹി റാൻ ഔട്ട് എന്ന് പറഞ്ഞാൽ അവൻ പുറത്തേക്ക് ഓടി. അപ്പോൾ ഇവിടെ എന്താ പറയുന്നത്? അവൻ സ്വയം ആലോചിച്ചു, അമ്മയ്ക്ക് എങ്ങനെയാണ് ഇതെന്നോട് ചെയ്യാൻ കഴിഞ്ഞത്, അതായത് സ്കൂളിലേക്ക് വരാൻ, അവനെ കാണാൻ വരാൻ കഴിഞ്ഞത് എന്ന് അവൻ ആലോചിക്കുകയാണ്. എന്നിട്ട് എന്താ ചെയ്തത്? അവൻ അവളെ അവഗണിച്ച് പുറത്തേക്ക് ഓടി എന്നാണ് ഇവിടെ അർത്ഥം വരുന്നത്. നെക്സ്റ്റ് ഡേ എ ബോയ് ഫ്രം ഹിസ് ക്ലാസ് commented to him, your mother have only one eye. അടുത്ത ദിവസം അവൻ്റെ ക്ലാസ്സിലെ ഒരു ആൺകുട്ടി അവനോട് പറഞ്ഞു, നിന്റെ അമ്മയ്ക്ക് ഒരു കണ്ണേ ഉള്ളൂ. നെക്സ്റ്റ് ഡേ എ ബോയ് ഫ്രം ഹിസ് ക്ലാസ്. അപ്പോൾ ഇവിടെ നെക്സ്റ്റ് ഡേ എന്ന് പറഞ്ഞാൽ അടുത്ത ദിവസം, എ ബോയ് ഫ്രം ഹിസ് ക്ലാസ് എന്ന് പറഞ്ഞാൽ അവൻ്റെ ക്ലാസ്സിലെ ഒരു ആൺകുട്ടി commented to him. അപ്പോൾ commented എന്നിവിടെ ഉദ്ദേശിക്കുന്നത് അവനോട് പറഞ്ഞു എന്ന് പറയാനാണ് commented to him എന്ന് പറയാം. അപ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക, നമ്മൾ commented എന്നല്ല പറയേണ്ടത്, commented അല്ലെങ്കിൽ comments എന്നാണ് പറയേണ്ടത്. your mother have only one eye. അപ്പോൾ ഇവിടെ എന്നിവിടെ ഉദ്ദേശിക്കുന്നത് അതൊരു അറപ്പ് കാണിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ പറയുന്നത്. your mother have only one eye. നിൻ്റെ അമ്മയ്ക്ക് ആകെ ഒരു കണ്ണേ ഉള്ളൂ എന്ന് പറയാണ്. Kid felt really ashamed in front of his friend. കുട്ടിക്ക് തൻ്റെ സുഹൃത്തിൻ്റെ മുൻപിൽ ശരിക്കും ലജ്ജ തോന്നി. കിഡ് ഫെൽറ്റ് എന്ന് പറഞ്ഞാൽ കുട്ടിക്ക് തോന്നി എന്നാണ് അർത്ഥം വരുന്നത്. ഫീലിൻ്റെ പാസ്റ്റ് ടെൻസ് ആണ് ഫെൽറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ കിഡ് ഫെൽറ്റ് റിയലി അഷെയിംഡ്. അപ്പോൾ കുട്ടിക്ക് ശരിക്കും നാണക്കേട് തോന്നി അല്ലെങ്കിൽ ലജ്ജ തോന്നി എന്നാണ് ഇവിടെ അർത്ഥം വരുന്നത്. ആരുടെ മുന്നിലാണ്? ഇൻ ഫ്രണ്ട് ഓഫ് ഹിസ് ഫ്രണ്ട്. അതായത് ഇൻ ഫ്രണ്ട് ഓഫ് ഹിസ് ഫ്രണ്ട് എന്ന് പറഞ്ഞാൽ അവൻ്റെ സുഹൃത്തിൻ്റെ മുൻപിൽ എന്നാണ് ഇവിടെ അർത്ഥം വരുന്നത്. ദാറ്റ് ഡേ ആഫ്റ്റർ റീച്ചിങ് ഹോം ഹി കൺഫ്രണ്ടഡ് ഹിസ് മദർ ആൻഡ് സെഡ്, because of you people make fun of me. Why don't you go and die? Even after listening to this, his mother didn't respond. അന്ന് വീട്ടിലെത്തി അമ്മയോട് ദേഷ്യത്തിൽ അവൻ പറഞ്ഞു, നിങ്ങൾ കാരണം ആളുകൾ എന്നെ കളിയാക്കുന്നു. നിങ്ങൾ പോയി മരിക്കാത്തത് എന്താണ്? ഇത് കേട്ടിട്ടും അമ്മ പ്രതികരിച്ചില്ല. ദാറ്റ് ഡേ ആഫ്റ്റർ റീച്ചിങ് ഹോം. അപ്പോൾ ഇവിടെ ദാറ്റ് ഡേ എന്ന് ഉദ്ദേശിക്കുന്ന ഏത് ദിവസമാണ്? അവൻ്റെ സുഹൃത്ത് അവനെ കളിയാക്കിയില്ലേ, ആ ദിവസം. ആഫ്റ്റർ റീച്ചിങ് ഹോം, റീച്ച് ചെയ്യുക എന്ന് പറഞ്ഞാൽ എത്തുക എന്നാണ് അർത്ഥം വരുന്നത്. അപ്പോൾ ആഫ്റ്റർ റീച്ചിങ് ഹോം എന്ന് പറഞ്ഞാൽ വീട്ടിലെത്തിയതിന് ശേഷം ഹീ കൺഫ്രണ്ടഡ് ഹിസ് മദർ ആൻഡ് സെഡ്. അപ്പോൾ ഇവിടെ കൺഫ്രണ്ടഡ് എന്ന് പറഞ്ഞാൽ ഇവിടെ അർത്ഥം വരുന്നത് നമ്മൾ പറയില്ലേ മുഖാമുഖം വന്നു എന്നൊക്കെ നമ്മൾ പറയില്ലേ. അപ്പോൾ ദേഷ്യത്തിൽ മുഖാമുഖം വരുന്നതിനെയാണ് കൺഫ്രണ്ടഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഹീ കൺഫ്രണ്ടഡ് ഹിസ് മദർ ആൻഡ് സെഡ്, അതായത് അമ്മയുടെ മുഖാമുഖം വന്ന്
പറഞ്ഞു. എന്താണ് പറഞ്ഞത്? ബിക്കോസ് ഓഫ് യു, അതായത് നിങ്ങൾ കാരണം എന്താണ്? പീപ്പിൾ മേക്ക് ഫൺ ഓഫ് മീ. പീപ്പിൾ എന്ന് ഉദ്ദേശിക്കുന്നത് ആളുകളെയാണ്. ആളുകൾ മേക്ക് ഫൺ ഓഫ് മീ എന്ന് പറഞ്ഞാൽ എന്നെ കളിയാക്കുന്നു എന്നാണ് ഇവിടെ അർത്ഥം വരുന്നത്. വൈ ഡോണ്ട് യു ഗോ ആൻഡ് ഡൈ? അപ്പം ഇവിടെ എന്താ പറയുന്നത്? നിങ്ങൾക്ക് എന്തുകൊണ്ട് പോയി മരിച്ചുകൂടാ എന്ന് ചോദിക്കുകയാണ് അമ്മയോട്. ഈവൺ ആഫ്റ്റർ ലിസണിങ് ടു ദിസ്. ഈവൺ ആഫ്റ്റർ ലിസണിങ് ടു ദിസ് എന്ന് പറഞ്ഞാൽ ഇത് കേട്ടിട്ടും എന്നാണ് ഇവിടെ പറയുന്നത്. ഇത് കേട്ടിട്ടും ഈവൺ ആഫ്റ്റർ ലിസണിങ് ടു ദിസ് ഹിസ് മദർ, അവൻ്റെ അമ്മ ഡിഡ്ന്റ് റെസ്പോണ്ട്, അതായത് പ്രത്യേകിച്ചൊന്നും അമ്മ പ്രതികരിച്ചില്ല എന്നാണ് ഇവിടെ അർത്ഥം വരുന്നത്. അപ്പം ഇവിടെ എന്തുദ്ദേശിക്കുന്നത്? അന്ന് അവൻ്റെ സുഹൃത്ത് അവനെ കളിയാക്കിയതിന് ശേഷം അവൻ വീട്ടിൽ പോയി അമ്മയോട് ചൂടായി. എന്നിട്ട് അമ്മയോട് എന്താ പറഞ്ഞത്? നിങ്ങൾ കാരണം എന്നെ ആളുകളൊക്കെ കളിയാക്കുന്നു എന്ന് പറഞ്ഞു. അതിൻ്റെ ഒപ്പം തന്നെ നിങ്ങൾക്ക് എന്തുകൊണ്ട് പോയി മരിച്ചുകൂടാ എന്ന് ചോദിച്ചു. ഇത് കേട്ടിട്ടും പക്ഷേ എന്തുണ്ടായത്? അമ്മ ഒന്നും പ്രതികരിച്ചില്ല, അതായത് അമ്മ ഒന്നും പറഞ്ഞില്ല. ഡ്യൂറിങ് ഹിസ് ചൈൽഡ്ഹുഡ് the only thought the kid had was to somehow leave that house. So he studied hard and got a good job abroad. കുട്ടിക്കാലത്ത് എങ്ങനെയെങ്കിലും ആ വീട് വിട്ട് പോകണം എന്ന ചിന്ത മാത്രമായിരുന്നു കുട്ടിക്ക്. അങ്ങനെ കഷ്ടപ്പെട്ട് പഠിച്ച് വിദേശത്ത് നല്ലൊരു ജോലിയും കിട്ടി. ഡ്യൂറിങ് ഹിസ് ചൈൽഡ്ഹുഡ്. അപ്പോൾ ചൈൽഡ്ഹുഡ് എന്ന് പറഞ്ഞാൽ കുട്ടിക്കാലമാണ്. അപ്പോൾ ഡ്യൂറിങ് ഹിസ് ചൈൽഡ്ഹുഡ് എന്ന് പറഞ്ഞാൽ ഇവിടെ ഡ്യൂറിങ് എന്ന് ഉദ്ദേശിക്കുന്നത് ആ സമയം കാണിക്കാനാണ്, അല്ലെങ്കിൽ ആ കാലം കാണിക്കാനാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഡ്യൂറിങ് ഹിസ് ചൈൽഡ്ഹുഡ്, അവൻ്റെ കുട്ടിക്കാലത്ത് ദ ഓൺലി തോട്ട്. അപ്പോൾ ഇവിടെ എന്താ ഉദ്ദേശിക്കുന്നത്? അവന് ആകെ ഉണ്ടായിരുന്ന ചിന്ത എന്ന് പറയാനാണ് ഇവിടുത്തെ തോട്ട് യൂസ് ചെയ്യുന്നത്. നമ്മൾ നേരത്തെ തിങ്കിൻ്റെ പാസ്റ്റ് ടെൻസ് ആണ് തോട്ട് എന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടെ ഓൺലി തോട്ട് എന്ന് പറഞ്ഞാൽ ഇവിടെ അർത്ഥം വരുന്നത് ആകെ ഉണ്ടായിരുന്ന ചിന്ത എന്താണ്? കിഡ് ഹാഡ് വാസ് ടു. അപ്പോൾ അവൻ ആകെ ഉണ്ടായിരുന്ന ചിന്ത എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ടു സംഹൗ, എങ്ങനെയെങ്കിലും ലീവ് ദാറ്റ് ഹൗസ്, അതായത് ആ വീട് വിട്ട് പോകണം എന്നായിരുന്നു അവൻ്റെ ആകെ ഉണ്ടായിരുന്ന ചിന്ത. സോ ഹി സ്റ്റഡീഡ് ഹാർഡ്. അപ്പോൾ ഇവിടെ സോ എന്ന് ഉദ്ദേശിക്കുന്നത് ആ ഒരു കാരണം, അതായത് അവന് വീട് വിട്ട് പോകേണ്ട കാരണം. അതുകൊണ്ട് ഹി സ്റ്റഡീഡ് ഹാർഡ്. അപ്പോൾ അവൻ എന്താ ചെയ്തത്? അവൻ നന്നായി പഠിച്ചു എന്നാണ് ഇവിടെ പറയുന്നത്. ഹി സ്റ്റഡീഡ് ഹാർഡ് ആൻഡ് ഗോട്ട് എ ഗുഡ് ജോബ് എബ്രോഡ്. അതായത് വിദേശത്ത്, എബ്രോഡ് എന്ന് പറഞ്ഞാൽ വിദേശത്ത്, അവന് നല്ലൊരു ജോലിയും കിട്ടി എന്നാണ് ഇവിടെ പറയുന്നത്. ദെൻ ഹി ഗോട്ട് മാരിഡ്, ഹാഡ് കിഡ്സ് ആൻഡ് ഓൾ ദി കംഫർട്ട്സ് ആൻഡ് വാസ് വെരി ഹാപ്പി വിത്ത് ഹിസ് ലൈഫ് അവേ ഫ്രം ഹിസ് മദർ. പിന്നെ അവൻ കല്യാണം കഴിച്ചു, കുട്ടികളും എല്ലാ സൗകര്യങ്ങളും ഉണ്ടായി. അമ്മയിൽ നിന്ന് അകന്ന ജീവിതത്തിൽ അവൻ വളരെയധികം സന്തോഷവാനായിരുന്നു. ദെൻ ഹി ഗോട്ട് മാരിഡ്. അപ്പോൾ ഇവിടെ എന്താ പറയുന്നത്? പിന്നെ ഹി ഗോട്ട് മാരിഡ് എന്ന് പറഞ്ഞാൽ അവൻ കല്യാണം കഴിച്ചു. ഹാഡ് കിഡ്സ്, അവന് കുട്ടികളുണ്ടായി. ആൻഡ് ഓൾ ദി കംഫേർട്സ്. അപ്പോൾ ഇവിടെ കംഫേർട്സ് എന്ന് ഉദ്ദേശിക്കുന്നത് എല്ലാ സുഖ സൗകര്യങ്ങളെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അവന് കുട്ടികളും അതുപോലെ തന്നെ എല്ലാ സുഖ സൗകര്യങ്ങളും അവനുണ്ടായി. ആൻഡ് വാസ് വെരി ഹാപ്പി. അവൻ വളരെ സന്തോഷവാനായിരുന്നു. എന്തിലാണ്? വിത്ത് ഹിസ് ലൈഫ്, അതായത് അവൻ്റെ ജീവിതത്തിൽ അവൻ വളരെ സന്തോഷവാനായിരുന്നു. എങ്ങനെയുള്ള ജീവിതത്തിലാണ്? എവേ ഫ്രം ഹിസ് മദർ, അതായത് അവൻ്റെ അമ്മയിൽ നിന്ന് അകന്ന അവൻ്റെ ജീവിതത്തിൽ അവൻ വളരെ സന്തോഷവാനായിരുന്നു എന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. വൺ ഡേ ഹിസ് മദർ വെന്റ് ടു വിസിറ്റ് ഹിം. ഷീ ഹാഡൻറ്റ് സീൻ ഹിം സിൻസ് ഹി ഹാഡ് ലെഫ്റ്റ് ആൻഡ് വാസ് ഗോയിങ് ടു മീറ്റ് ഹർ grandchildren for the first time. ഒരു ദിവസം അവൻ്റെ അമ്മ അവനെ കാണാൻ ചെന്നു. അവൻ പോയതിനു ശേഷം അമ്മ അവനെ കണ്ടിട്ടുണ്ടായിരുന്നില്ല. ആദ്യമായി അവൻ്റെ അമ്മ അവളുടെ പേരക്കുട്ടികളെ കാണാൻ പോകുകയായിരുന്നു. വൺ ഡേ ഹിസ് മദർ വെന്റ് ടു വിസിറ്റ് ഹിം. അപ്പോൾ വൺ ഡേ എന്ന് പറഞ്ഞാൽ ഒരു ദിവസം, ഹിസ് മദർ എന്ന് പറഞ്ഞാലോ അവൻ്റെ അമ്മ, വെന്റ് ടു വിസിറ്റ് ഹിം. വെന്റ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഗോയുടെ പാസ്റ്റ് ടെൻസ് ആണെന്ന് പറയാം അല്ലേ. ഗോ എന്ന് പറഞ്ഞാൽ പോവുക, വെന്റ് എന്ന് പറഞ്ഞാലോ പോയി. എങ്ങോട്ടാണ് പോയത്? ടു വിസിറ്റ് ഹിം, അതായത് അവനെ സന്ദർശിക്കാൻ അല്ലെങ്കിൽ അവനെ കാണാനാണ് പോയത്. ഷീ ഹാഡൻറ്റ് സീൻ ഹിം, അവൾ അവനെ കണ്ടിട്ടുണ്ടായിരുന്നില്ല. എപ്പോൾ മുതലാണ്? അപ്പോൾ ആ മുതൽ എന്ന് പറയാൻ ആ ഒരു സമയം കാണിക്കാനാണ് നമ്മളവിടെ യൂസ് ചെയ്യുന്നത് സിൻസ്. അപ്പോൾ സിൻസ് ഹി ഹാഡ് ലെഫ്റ്റ്, അതായത് ഹി ഹാഡ് ലെഫ്റ്റ് എന്ന് ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്താണ്? അവൻ പോയിട്ടുണ്ടായിരുന്ന അന്നു മുതൽ അമ്മ അവനെ കണ്ടിട്ടുണ്ടായിരുന്നില്ല എന്ന് പറയാനാണ് അവിടെ നമ്മൾ ഷീ ഹാഡൻറ്റ് സീൻ ഹിം സിൻസ്
ഹി ഹാഡ് ലെഫ്റ്റ് എന്ന് പറയുന്നത്. അതിൻ്റെ ഒപ്പം തന്നെ എന്തിനാണ് പോകുന്നുണ്ടായിരുന്നത്? ആൻഡ് വാസ് ഗോയിങ് ടു മീറ്റ് ഹർ ഗ്രാൻഡ് ചിൽഡ്രൻ, അതായത് പേരക്കുട്ടികളെ കാണാനായിരുന്നു പോകുന്നുണ്ടായിരുന്നത് അല്ലേ. അപ്പം മീറ്റ് എന്ന് ഇവിടെ ഉദ്ദേശിക്കുന്നത് നമ്മൾ പറഞ്ഞു കാണുക എന്നാണ് അർത്ഥം വരുന്നത്. ആരെയാണ്? ഗ്രാൻഡ് ചിൽഡ്രൻ, അതായത് പേരക്കുട്ടികളെ. ഫോർ ദി ഫസ്റ്റ് ടൈം, അതായത് പേരക്കുട്ടികളെ ആദ്യമായിട്ട് കാണാൻ കൂടിയായിരുന്നു അമ്മ പോകുന്നുണ്ടായിരുന്നത്. ആസ് ഷീ റാങ് ദ ബെൽ ആൻഡ് സ്റ്റുഡ് ബൈ ദ ഡോർ, her grandchildren opened the door, and after seeing her, they laughed at her, not knowing who she was. അവൾ, അതായത് ഇവിടെ അമ്മേനെയാണ് ഉദ്ദേശിക്കുന്നത്, അവൾ ബെല്ലടിച്ച് വാതിലിനടുത്ത് നിൽക്കുമ്പോൾ അവളുടെ പേരക്കുട്ടികൾ വാതിൽ തുറന്നു. അവളെ കണ്ടിട്ട് അവർക്ക് ആരാണെന്ന് അറിയാതെ അവർ അവളെ നോക്കി കളിയാക്കി ചിരിച്ചു. ആസ് ഷീ റാങ് ദ ബെൽ ആൻഡ് സ്റ്റുഡ് ബൈ ദ ഡോർ. അപ്പോൾ ഇവിടെ ഷീ റാങ് ദ ബെൽ എന്ന് പറഞ്ഞാൽ റാങ് എന്ന് പറയുന്നത് റിങ്ങിൻ്റെ പാസ്റ്റ് ടെൻസ് ആണ്. റിങ്, റാങ്, റങ്, അങ്ങനെയാണ് റിങ്ങിൻ്റെ 3 ഫോംസ് വരുന്നത് വേർബിൻ്റെ. അപ്പോൾ ഷീ റാങ് ദ ബെൽ എന്ന് പറഞ്ഞാൽ ബെല്ലടിച്ചു എന്നാണ് അർത്ഥം വരുന്നത്. ആൻഡ് സ്റ്റുഡ് ബൈ ദ ഡോർ. അപ്പോൾ സ്റ്റുഡ് എന്ന് പറഞ്ഞാൽ സ്റ്റാൻഡിൻ്റെ പാസ്റ്റ് ടെൻസ് ആണ്. സ്റ്റാൻഡ് എന്ന് പറഞ്ഞാൽ നിൽക്കുക, സ്റ്റുഡ് എന്ന് പറഞ്ഞാലോ നിന്നു. അപ്പോൾ ബൈ ദ ഡോർ എന്നിവിടെ അർത്ഥം വരുന്നത് ഡോറിനടുത്ത്, അതായത് വാതിലിനടുത്ത് നിന്നു എന്നാണ്. പക്ഷേ ഇവിടെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ നിങ്ങളൊരു ആസ് ഷീ റാങ് ദ ബെൽ എന്ന് പറയുന്നത് കണ്ടോ. അപ്പോൾ ഇവിടെ ഉദ്ദേശിക്കുന്നത് അവൾ ബെല്ലടിച്ച് വാതിലിനടുത്ത് നിന്നപ്പോൾ എന്ന് പറയാനാണ് അവിടെ ഒരു ആസ് നമ്മൾ യൂസ് ചെയ്തത്. ഇപ്പോൾ ആ ഒരു വാക്ക് അവിടെ ഇല്ലാതെ ഷീ റാങ് ദ ബെൽ ആൻഡ് സ്റ്റുഡ് ബൈ ദ ഡോർ എന്നായിരുന്നെങ്കിൽ നമുക്ക് പറയായിരുന്നു അവൾ ബെല്ലടിച്ച് വാതിലിനടുത്ത് നിന്നു എന്ന് പറയായിരുന്നു. ഇവിടെ പക്ഷെ നമ്മൾ പറയുന്നത് എന്താണ്? അവൾ ബെല്ലടിച്ച് വാതിലിനടുത്ത് നിന്നപ്പോൾ എന്താ ഉണ്ടായത്? വാക്ക് അവിടെ വരുമ്പോൾ അർത്ഥം മാറുന്ന വ്യത്യാസം കണ്ടോ. അപ്പം ഓരോ വാക്കുകളും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എന്നാണ് ഞാൻ ഇതിൽ നിന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പം അങ്ങനെ നിന്നപ്പോൾ എന്താ ഉണ്ടായത്? ഹർ ഗ്രാൻഡ് ചിൽഡ്രൻ ഓപ്പൺ ദി ഡോർ. അപ്പോൾ ഇവിടെ എന്താ പറയുന്നത്? അവളുടെ ഗ്രാൻഡ് ചിൽഡ്രൻ, അതായത് പേരക്കുട്ടികൾ ഓപ്പൺ ദി ഡോർ, അതായത് വാതിൽ തുറന്നു എന്നാണ് അർത്ഥം വരുന്നത്. ആൻഡ് ആഫ്റ്റർ സീയിങ് ഹർ, അപ്പോൾ ഇവിടെ എന്താ പറയുന്നത്? അവളെ കണ്ടതിന് ശേഷം അവരെന്താ ചെയ്തത്? ദി ലാഫ്ഡ് അറ്റ് ഹർ, അതായത് അവളെ നോക്കി ചിരിച്ചു എന്നാണ് ഇവിടെ പറയുന്നത്. അതായത് ഇവിടെ ഉദ്ദേശിക്കുന്നത് അവളെ കളിയാക്കി ചിരിച്ചു എന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. എന്തറിയാതെയാണ്? നോട്ട് നോയിങ് ഹൂ ഷീ വാസ്, അതായത് അവൾ ആരാണെന്നറിയാതെ അവർ അവളെ കളിയാക്കി ചിരിച്ചു എന്നാണ് ഇവിടെ അർത്ഥം വരുന്നത്. അപ്പം ഇവിടെ എന്തുദ്ദേശിക്കുന്നത്? അമ്മ മകൻ്റെ വീട്ടിൽ പോയി ബെല്ലടിച്ചപ്പോൾ മകൻ്റെ കുട്ടികൾ വന്ന് വാതിൽ തുറന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ അപരിചിതയായ സ്ത്രീയെ കണ്ടപ്പോൾ അവരെ കളിയാക്കി ചിരിച്ചു എന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. വെൻ ഹർ സൺ കെയിം ടു ദ ഡോർ ആൻഡ് സോ ഹർ, ഹി സ്റ്റാർട്ടഡ് സ്ക്രീമിങ് അറ്റ് ഹർ. How can you come to my house uninvited and scare my kids? Get out now and never come again. അവളുടെ മകൻ വാതിൽ തുറന്ന് വന്ന് അവളെ കണ്ടപ്പോൾ അയാൾ നിലവിളിക്കാൻ തുടങ്ങി. എൻ്റെ വീട്ടിൽ ക്ഷണിക്കാതെ വന്ന് എൻ്റെ കുട്ടികളെ പേടിപ്പിക്കാൻ നിങ്ങൾക്ക് എങ്ങനെ കഴിഞ്ഞു? ഇപ്പോൾ പുറത്തു പോവുക, ഇനി ഒരിക്കലും ഇങ്ങോട്ട് വരരുത്, അവൻ പറഞ്ഞു. When her son came to the door and saw her, അപ്പോൾ ഇവിടെ സൺ എന്ന് പറഞ്ഞാൽ മകനാണ്. അപ്പോൾ കേം എന്ന് പറഞ്ഞാൽ കമ്മിൻ്റെ പാസ്റ്റ് ടെൻസ് ആണ്. കം എന്ന് പറഞ്ഞാൽ വരിക, കേം എന്ന് പറഞ്ഞാലോ വന്നു. അപ്പോൾ വെൻ ഹർ സൺ കെയിം ടു ദ ഡോർ, അതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ അടുത്ത ഭാഗവും വായിക്കണം. ആൻഡ് സോ ഹർ, അപ്പോൾ ഇവിടെ എന്താ അർത്ഥം വരുന്നത്? സോ എന്ന് പറഞ്ഞാൽ കണ്ടു എന്നാണ് അർത്ഥം വരുന്നത്. അപ്പോൾ അവളുടെ മകൻ വാതിൽക്കൽ വന്ന് അവളെ കണ്ടപ്പോൾ എന്തുണ്ടായത്? ഹി സ്റ്റാർട്ടഡ് സ്ക്രീമിങ് അറ്റ് ഹർ, അതായത് അവളോട് സ്ക്രീം ചെയ്യാൻ തുടങ്ങി എന്നാണ് അർത്ഥം വരുന്നത്. അതായത് അലറി, അതായത് ഉറക്കെ ദേഷ്യപ്പെട്ടു എന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ടു മൈ ഹൗസ് അൺഇൻവൈറ്റഡ്. അപ്പോൾ ഇവിടെ ചോദിക്കുകയാണ്, നിങ്ങൾക്ക് എങ്ങനെയാണ് എൻ്റെ വീട്ടിലേക്ക് ക്ഷണിക്കാതെ വരാൻ കഴിയുന്നതെന്ന് ചോദിക്കുകയാണ്. ഹൗ ക്യാൻ യു കം ടു മൈ ഹൗസ്? എങ്ങനെയാണ് എൻ്റെ വീട്ടിലേക്ക് വരാൻ കഴിയുന്നത്? എങ്ങനെയാണ്? അൺഇൻവൈറ്റഡ്, അതായത് ക്ഷണിക്കാതെ. ആൻഡ് സ്കെയർ മൈ കിഡ്സ്, അതിൻ്റെ ഒപ്പം തന്നെ എൻ്റെ കുട്ടികളെ പേടിപ്പിക്കാൻ എങ്ങനെ കഴിയുന്നു എന്ന് ചോദിക്കുകയാണ്. സ്കെയർ ചെയ്യുക എന്ന് പറഞ്ഞാൽ പേടിപ്പിക്കുക എന്നാണ് അർത്ഥം വരുന്നത്. ഗെറ്റ് ഔട്ട് നൗ എന്ന് പറഞ്ഞാൽ ഇവിടെ നിന്ന് പോവുക, ഇപ്പം തന്നെ പോവുക എന്ന് പറയാണ്. ആൻഡ് നെവർ കം അഗെയിൻ, ഇനി ഒരിക്കലും ഇങ്ങോട്ട് തിരിച്ചു വരരുത് എന്ന് പറയാണ്. നെവർ എന്ന് പറഞ്ഞാൽ ഒരിക്കലും, വീണ്ടും ഒരിക്കലും വരരുത് എന്ന് പറയാണ് ഇവിടെ. ഹിസ് മദർ റിപ്ലൈഡ്, ഓ ഐ എം സോ സോറി, ഐ തിങ്ക് ഐ കെയിം ടു ദ റോങ് അഡ്രസ് ആൻഡ് ദെൻ ഷീ ലെഫ്റ്റ്. അവൻ്റെ അമ്മ പറഞ്ഞു,
ഓ ക്ഷമിക്കണം, ഞാൻ തെറ്റായ വിലാസത്തിലാണ് വന്നതെന്ന് ഞാൻ കരുതുന്നു. എന്നിട്ട് അവൾ പോയി. ഹിസ് മദർ റിപ്ലൈഡ്. അപ്പോൾ ഇവിടെ റിപ്ലൈഡ് എന്ന് പറഞ്ഞാൽ മറുപടി പറഞ്ഞു എന്നാണ് അവിടെ അർത്ഥം വരുന്നത്. അപ്പോൾ ഹിസ് മദർ റിപ്ലൈഡ് എന്ന് പറഞ്ഞാൽ അവൻ്റെ അമ്മ മറുപടി പറഞ്ഞു. എന്താണ് പറഞ്ഞത്? ഓ ഐ എം സോ സോറി. ഇപ്പോൾ പറയാണ്, ഓ എന്നോട് ക്ഷമിക്കണം എന്ന് പറയാണ്. ഐ തിങ്ക് എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു. ഐ കെയിം ടു ദ റോങ് അഡ്രസ്സ്. അഡ്രസ്സ് എന്ന് പറഞ്ഞാൽ വിലാസമാണ്. അപ്പോൾ ഐ കെയിം ടു ദ റോങ് അഡ്രസ്സ് എന്ന് പറഞ്ഞാൽ ഞാൻ വന്നത് തെറ്റായ വിലാസത്തിലാണ് എന്ന് എനിക്ക് തോന്നുന്നു എന്ന് പറയാണ്. ആൻഡ് ദെൻ ഷീ ലെഫ്റ്റ്. എന്നിട്ട് എന്ത് ചെയ്തത്? ഷീ ലെഫ്റ്റ്, അതായത് അവൾ പോയി എന്നാണ് ഇവിടെ അർത്ഥം വരുന്നത്. വൺ ഡേ he got a letter from his college about reunion. He was very excited to go for the reunion. After attending the reunion, he went to an old shack. ഒരു ദിവസം അവൻ്റെ കോളേജിൽ നിന്ന് വീണ്ടും ഒത്തുകൂടുന്നതിനെക്കുറിച്ച് ഒരു കത്ത് വന്നു. പുനഃസമാഗമനത്തിന് പോകാൻ അവൻ വളരെ ആവേശത്തിലായിരുന്നു. റിയൂണിയന് ശേഷം അദ്ദേഹം പഴയ ഒരു കുടിലിലേക്ക് പോയി. One day he got a letter from his college about reunion. അപ്പോൾ ഇവിടെ എന്താ പറയുന്നത്? one day എന്ന് പറഞ്ഞാൽ ഒരു ദിവസം, he got a letter എന്ന് പറഞ്ഞാൽ അവനൊരു കത്ത് കിട്ടി എന്നാണ് ഇവിടെ അർത്ഥം വരുന്നത്. എവിടെ നിന്നാണ്? ഫ്രം ഹിസ് കോളേജ്, അതായത് അവൻ്റെ കോളേജിൽ നിന്ന് അവനൊരു കത്ത് കിട്ടി. എന്തിനെ കുറിച്ചായിരുന്നു ആ കത്ത്? എബൌട്ട് റിയൂണിയൻ. അപ്പോൾ ഇവിടെ എന്താ പറയുന്നത്? ഇവിടെ റിയൂണിയൻ എന്ന് ഉദ്ദേശിക്കുന്നത് വീണ്ടും എല്ലാവരെയും കണ്ടുമുട്ടുന്ന പുനഃസമാഗമനത്തിനെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഹി വാസ് വെരി എക്സൈറ്റഡ്, അതായത് അവൻ വളരെ ആവേശത്തിലായിരുന്നു, അതായത് അവൻ വളരെ സന്തോഷത്തിലായിരുന്നു. എന്തിനു വേണ്ടിയിട്ടാണ്? ടു ഗോ ഫോർ ദ റിയൂണിയൻ, അതായത് വീണ്ടും എല്ലാവരെയും പോയി കാണാൻ അവൻ വളരെ സന്തോഷത്തിലായിരുന്നു. ആഫ്റ്റർ അറ്റൻഡിങ് ദ റിയൂണിയൻ ഹി വെൻറ്റ് ടു എ ഓൾഡ് ഷാക്ക്. അപ്പോൾ ഇവിടെ എന്താ പറയുന്നത്? ആഫ്റ്റർ അറ്റൻഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഇവിടെ അർത്ഥം വരുന്നത് പങ്കെടുക്കുക എന്നാണ് ഇവിടെ അർത്ഥം വരുന്നത്. അപ്പോൾ ആഫ്റ്റർ അറ്റൻഡിങ് ദ റിയൂണിയൻ എന്ന് പറഞ്ഞാൽ പുനഃസമാഗമനത്തിന് പങ്കെടുത്തതിന് ശേഷം, അതായത് എല്ലാവരെയും കണ്ടതിന് ശേഷം, ഹി വെൻറ്റ് ടു എ ഓൾഡ് ഷാക്ക്. അപ്പോൾ ഹി വെൻറ്റ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഗോഡ് പാസ്റ്റ് ടെൻസ് ആണെന്ന് പറയാം. അവൻ പോയി. എങ്ങോട്ടാണ് പോയത്? ടു എ ഓൾഡ് ഷാക്ക്. ഓൾഡ് എന്ന് പറഞ്ഞാൽ പഴയതിനെയാണ് നമ്മൾ ഓൾഡ് എന്ന് പറയുക. ഓൾഡ് ഷാക്ക് എന്ന് പറഞ്ഞാൽ, ഷാക്ക് എന്ന് ഉദ്ദേശിക്കുന്നത് കുടിലാണ്. അപ്പോൾ അവൻ പഴയ ഒരു കുടിലിലേക്ക് പോയി എന്നാണ് ഇവിടെ അർത്ഥം വരുന്നത്. അപ്പോൾ ഇവിടെ എന്തുദ്ദേശിക്കുന്നത്? അവന് ഒരു ദിവസം ഒരു ലെറ്റർ കിട്ടി. അപ്പോൾ ആ ലെറ്റർ എന്തിനെ കുറിച്ചായിരുന്നു? റിയൂണിയനെ കുറിച്ചിട്ടായിരുന്നു. അപ്പോൾ അവൻ റിയൂണിയന് പോയി. അതിനുശേഷം എന്തുണ്ടായത്? അവൻ ഒരു ചെറിയൊരു കുടിലിലേക്ക് പോയി, അതായത് പണ്ടത്തെ ഒരു കുടിലിലേക്ക് പോയി എന്നാണ് ഇവിടെ അർത്ഥം വരുന്നത്. There his mother's neighbor told him that she passed away and gave him a letter that his mother had left for him. അവിടെ വെച്ച് അവൻ്റെ അമ്മയുടെ അയൽവാസി അവൻ്റെ അമ്മ മരിച്ചു എന്ന് അവനോട് പറഞ്ഞു. അവൻ്റെ അമ്മ അവന് വേണ്ടി വെച്ച് ഒരു കത്തും അവന് നൽകി. There his mother's neighbor told him. അപ്പോൾ ഇവിടെ there എന്ന് ഉദ്ദേശിക്കുന്നത് അവൻ ആ കുടിലിലേക്ക് പോയില്ലേ. അപ്പോൾ അവിടെ his mother's neighbor എന്ന് പറഞ്ഞാൽ അവൻ്റെ അമ്മയുടെ അയൽവാസി. neighbor എന്ന് പറഞ്ഞാൽ അയൽവാസി. told him എന്ന് പറഞ്ഞാൽ അവനോട് പറഞ്ഞു എന്നാണ് അർത്ഥം വരുന്നത്. അപ്പോൾ ടെല്ലിൻ്റെ പാസ്റ്റ് ടെൻസ് ആണ് told എന്ന് പറയുന്നത്. എന്താണ് പറഞ്ഞത്? ദാറ്റ് ഷി പാസ്ഡ് അവേ, അതായത് അവൻ്റെ അമ്മ മരിച്ചു പോയി എന്ന് പറഞ്ഞു. ആൻഡ് ഗേവ് ഹെം എ ലെറ്റർ. എന്നിട്ട് എന്ത് ചെയ്തത്? അവനൊരു ലെറ്റർ കൊടുത്തു, അതായത് അവനൊരു കത്ത് കൊടുത്തു. ഗേവ് എന്ന് പറയുന്നത് ഗിവിൻ്റെ പാസ്റ്റ് ടെൻസ് ആണ്. ഗിവ് എന്ന് പറഞ്ഞാൽ കൊടുക്കുക, ഗേവ് എന്ന് പറഞ്ഞാലോ കൊടുത്തു. അപ്പം ലെറ്റർ കൊടുത്തു. എന്ത് ലെറ്റർ ആയിരുന്നു അത്? ദാറ്റ് ഹിസ് മദർ ഹാഡ് ലെഫ്റ്റ് ഫോർ ഹിം. അപ്പോൾ ഇവിടെ എന്താ പറയുന്നത്? ഹിസ് മദർ എന്ന് പറഞ്ഞാൽ അവൻ്റെ അമ്മ, ഹാഡ് ലെഫ്റ്റ് ഫോർ ഹിം. അപ്പോൾ ലെഫ്റ്റ് എന്ന് പറഞ്ഞാൽ ഇവിടെ ഉദ്ദേശിക്കുന്നത് ബാക്കി വെച്ചതിനെയാണ്. ഹിസ് മദർ ഹാഡ് ലെഫ്റ്റ് ഫോർ ഹിം എന്ന് പറഞ്ഞാൽ അവൻ്റെ അമ്മ അവന് വെച്ചിട്ടുണ്ടായിരുന്ന കത്ത്, അതായത് അവൻ്റെ അമ്മ അവന് നൽകാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്ന കത്ത് അവന് കൊടുത്തു എന്നാണ് ഇവിടെ അർത്ഥം വരുന്നത്. അപ്പോൾ ഇവിടെ എന്തുദ്ദേശിക്കുന്നത്? അവൻ്റെ അമ്മയുടെ ഒരു അയൽവാസി അവനെ കണ്ടപ്പോൾ എൻ്റെ അമ്മ മരിച്ചു പോയെന്നും അതുപോലെ തന്നെ അവൻ്റെ അമ്മ അവന് വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്ന ഒരു കത്തും അവന് നൽകിയെന്നാണ് ഇവിടെ പറയുന്നത്. ഹി ഓപ്പൺ ദ ലെറ്റർ ആൻഡ് റെഡ്. അപ്പോൾ ഇവിടെ എന്താ പറയുന്നത്? അവൻ കത്ത് തുറന്ന് വായിച്ചു എന്നാണ് അർത്ഥം വരുന്നത്. ഓപ്പൺഡ് എന്ന് പറഞ്ഞാൽ തുറന്നു. ലെറ്റർ ആൻഡ് റെഡ്. റെഡ് എന്ന് പറഞ്ഞാൽ വായിച്ചു. എന്താണ് വായിച്ചത്? മൈ ഡിയറസ്റ്റ് സൺ, ഐ തിങ്ക് ഓഫ് യു ഓൾ ദ ടൈം. ഐ എം റിയലി സോറി ദാറ്റ് ഐ കെയിം ടു യുവർ ഹൗസ് ആൻഡ് സ്കെയർഡ് യുവർ ചിൽഡ്രൻ.
മൈ ഡിയറസ്റ്റ് സൺ. അപ്പോൾ ഇവിടെ എന്താ അർത്ഥം വരുന്നത്? മൈ ഡിയറസ്റ്റ് സൺ എന്ന് പറഞ്ഞാൽ എൻ്റെ പ്രിയ മകനെ, ഐ തിങ്ക് ഓഫ് യു ഓൾ ദ ടൈം. തിങ്ക് ചെയ്യുക എന്ന് പറഞ്ഞാൽ ആലോചിക്കുക എന്നാണ് അർത്ഥം വരുന്നത്. അപ്പോൾ ഐ തിങ്ക് ഓഫ് യു എന്ന് പറഞ്ഞാൽ ഞാൻ നിന്നെക്കുറിച്ച് ആലോചിക്കും. എപ്പോഴാണ്? ഓൾ ദി ടൈം, അതായത് എപ്പോഴും നിന്നെക്കുറിച്ച് ആലോചിക്കും എന്ന് പറയാണ്. ഐ എം റിയലി സോറി. എന്താണ് പറയുന്നത്? ഐ എം റിയലി സോറി എന്ന് പറഞ്ഞാൽ എന്നോട് ക്ഷമിക്കണം. എന്തിനാണ്? ദാറ്റ് ഐ കെയിം ടു യുവർ ഹൗസ്. ഞാൻ നിൻ്റെ വീട്ടിൽ വന്നതിന് നീ എന്നോട് ക്ഷമിക്കണം എന്ന് പറയാണ്. അതിൻ്റെ ഒപ്പം തന്നെ ആൻഡ് സ്കേർഡ് യുവർ ചിൽഡ്രൻ. നിൻ്റെ കുട്ടികളെ ഞാൻ പേടിപ്പിച്ചു, അപ്പോൾ അതിന് എന്നോട് ക്ഷമിക്കണം എന്ന് പറയാണ് അമ്മ. അപ്പോൾ ഇതിൽ എന്താ എഴുതിയിട്ടുണ്ടായിരുന്നത്? എൻ്റെ പ്രിയപ്പെട്ട മകനെ, ഞാൻ നിന്നെക്കുറിച്ച് എല്ലാ സമയവും ഓർക്കാറുണ്ട്, അല്ലെങ്കിൽ എല്ലാ സമയവും നിന്നെക്കുറിച്ച് ചിന്തിക്കാറുണ്ട്. ഞാൻ നിൻ്റെ വീട്ടിൽ വന്ന് നിൻ്റെ കുട്ടികളെ ഭയപ്പെടുത്തിയതിൽ അല്ലെങ്കിൽ പേടിപ്പിച്ചതിൽ എന്നോട് ക്ഷമിക്കണം എന്ന് പറയാണമ്മ. ഐ വാസ് സോ ഗ്ലാഡ് ടു ഹിയർ ദാറ്റ് യു വർ ഗോയിങ് ടു കം ബാക്ക് ഫോർ റിയൂണിയൻ. I don't know if I will be able to get out of the bed to see you. അപ്പോൾ ഇവിടെ എന്താ പറയുന്നത്? ഐ വാസ് സോ ഗ്ലാഡ് എന്ന് പറഞ്ഞാൽ ഞാൻ വളരെ സന്തോഷത്തിലായിരുന്നു എന്നാണ് ഇവിടെ അർത്ഥം വരുന്നത്. ഗ്ലാഡ് എന്ന് പറഞ്ഞാൽ വളരെയധികമുള്ള സന്തോഷത്തിനെയാണ് നമ്മൾ ഗ്ലാഡ് എന്ന് പറയുക. ഐ വാസ് സോ ഗ്ലാഡ് ടു ഹിയർ ദാറ്റ്. എന്ത് കേട്ടതിലാണ് സന്തോഷിച്ചത്? ദാറ്റ് യു വർ ഗോയിങ് ടു കം ബാക്ക് ഫോർ റിയൂണിയൻ. നീ റിയൂണിയന് വേണ്ടി, അതായത് എല്ലാവരെയും കാണാൻ വേണ്ടി വീണ്ടും തിരിച്ചു വരികയാണ് എന്ന് കേട്ടതിൽ ഞാൻ വളരെയധികം സന്തോഷിച്ചു എന്ന് പറയാണ് മോനോട്. ഐ ഡോണ്ട് നോ ഇഫ് ഐ വിൽ ബി ഏബിൾ ടു ഗെറ്റ് ഔട്ട് ഓഫ് ദി ബെഡ്. അപ്പോൾ ഇവിടെ പറയാണ് ഐ ഡോണ്ട് നോ എന്ന് പറഞ്ഞാൽ എനിക്കറിയില്ല. ഇഫ് ഐ വിൽ ബി ഏബിൾ ടു ഗെറ്റ് ഔട്ട് ഓഫ് ദി ബെഡ് ടു സീ യു. അതായത് ഗെറ്റ് ഔട്ട് ഓഫ് ദി ബെഡ് എന്ന് പറഞ്ഞാൽ ഈ ബെഡിൽ നിന്ന് എണീക്കാൻ. എന്തിനു വേണ്ടിയിട്ടാണ്? ടു സീ യു, അതായത് നിന്നെ കാണാൻ വേണ്ടി ഈ ബെഡിൽ നിന്ന് എണീക്കാൻ എനിക്ക് കഴിയുമോ എന്ന് എനിക്ക് അറിയില്ല പറയാണ്. ഐ വിൽ ബി ഏബിൾ ടു ഗെറ്റ് ഔട്ട് ഓഫ് ദി ബെഡ്. ഐ വിൽ ബി ഏബിൾ ടു, എനിക്ക് സാധിക്കുമോ എന്ന്. എന്താണ്? ടു ഗെറ്റ് ഔട്ട് ഓഫ് ദി ബെഡ്, അതായത് ഈ ബെഡിൽ നിന്ന് എണീറ്റ് നിന്നെ കാണാൻ എനിക്ക് സാധിക്കുമോ എന്ന് എനിക്ക് അറിയില്ല എന്ന് പറയാണ് അമ്മ. ഇവിടെ എന്താ പറഞ്ഞത്? നിങ്ങൾ വീണ്ടും ഒത്തുകൂടുന്നത് കേട്ടപ്പോൾ എനിക്ക് വളരെയധികം സന്തോഷം തോന്നി എന്ന് പറയാണമ്മ. എനിക്ക് നിന്നെ കാണാൻ ഈ കിടക്കയിൽ നിന്ന് എണീക്കാൻ കഴിയുമോ എന്ന് എനിക്ക് അറിയില്ല എന്നും കൂടി ആ കത്തിൽ എഴുതിയിട്ടുണ്ടായിരുന്നു. ഐ എം സോറി ദാറ്റ് ഐ വാസ് എ കോൺസ്റ്റൻറ്റ് എംബാരസ്മെൻറ്റ് വെൻ യു വർ ഗ്രോയിങ്. യു ഡോണ്ട് നോ ദാറ്റ് വെൻ യു വർ ലിറ്റിൽ യു ഗോട്ട് ഇൻ ടു ആൻ ആക്സിഡൻറ്റ് ആൻഡ് ലോസ്റ്റ് വൺ ഓഫ് യുവർ ഐസ്. As your mother, I couldn't stand watching you to grow up having just one eye. So, I gave you mine. I love you. I'm sorry that I was a constant embarrassment. അപ്പോൾ ഇവിടെ എന്താ പറയുന്നത്? I'm sorry എന്ന് ഇവിടെ ഉദ്ദേശിക്കുന്നത് ഞാൻ ഖേദിക്കുന്നു എന്നാണ്. എന്തിലാണ്? ഐ വാസ് എ കോൺസ്റ്റൻറ്റ് എംബാരസ്മെൻറ്റ്. അപ്പോൾ ഇവിടെ കോൺസ്റ്റൻറ്റ് എന്ന് പറഞ്ഞാൽ നിരന്തരമായ അല്ലെങ്കിൽ തുടർച്ചയായ എന്നൊക്കെ നമുക്ക് പറയാം. ഐ വാസ് എ കോൺസ്റ്റൻറ്റ് എംബാരസ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഞാൻ തുടർച്ചയായ അല്ലെങ്കിൽ ഞാൻ നിരന്തരമായ നാണക്കേടായിരുന്നു. എപ്പോഴാണ്? വെൻ യു വർ ഗ്രോയിങ്, അതായത് നീ വളർന്നുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ നിനക്ക് തുടർച്ചയായ ഒരു നാണക്കേടായിരുന്നു, അതിൽ ഞാൻ ഖേദിക്കുന്നു എന്ന് അമ്മ പറയാണ്. യു ഡോണ്ട് നോ ദാറ്റ്, നിനക്കത് അറിയില്ല. നോ എന്ന് പറഞ്ഞാൽ അറിയുക എന്നാണ്. അപ്പോൾ യു ഡോണ്ട് നോ ദാറ്റ് എന്ന് പറഞ്ഞാൽ നിനക്കത് അറിയില്ല. എന്താണ് പറയുന്നത്? അത് നമ്മൾ അടുത്ത ഭാഗം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. വെൻ യു വർ ലിറ്റിൽ, ലിറ്റിൽ എന്ന് പറഞ്ഞാൽ ചെറുത് എന്നാണ് അർത്ഥം വരുന്നത്. അപ്പോൾ വെൻ യു വർ ലിറ്റിൽ എന്ന് പറയുമ്പോൾ നീ ചെറുതായിരുന്നപ്പോൾ യു ഗോട്ട് ഇൻ ടു ആൻ ആക്സിഡൻറ്റ്. അപ്പോൾ ഇവിടെ എന്താ പറയുന്നത്? ആൻ ആക്സിഡൻറ്റ് എന്ന് പറഞ്ഞാൽ ഒരു അപകടമാണ്. അപ്പോൾ യു ഗോട്ട് ഇൻ ടു ആൻ ആക്സിഡൻറ്റ് എന്ന് പറഞ്ഞാൽ നീ ഒരു അപകടത്തിൽ പെട്ടു എന്ന് പറയാണ്. ആൻഡ് ലോസ്റ്റ്, ലോസ്റ്റ് എന്ന് പറഞ്ഞാൽ നഷ്ടപ്പെട്ടു എന്നാണ് അർത്ഥം വരുന്നത്. എന്താണ് നഷ്ടപ്പെട്ടത്? വൺ ഓഫ് യുവർ ഐസ്, അതായത് അവൻ്റെ ഒരു കണ്ണ് അവന് നഷ്ടപ്പെട്ടു. അതായത് നിനക്ക് നിൻ്റെ ഒരു കണ്ണ് നഷ്ടപ്പെട്ടു എന്നായിരുന്നു ആ ലെറ്ററിൽ എഴുതിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അമ്മ എന്താ പറഞ്ഞത്? നീ വളരെ ചെറുതായിരുന്നപ്പോൾ നിനക്കൊരു അപകടം സംഭവിച്ചു, ആ അപകടത്തിൽ നിനക്ക് നിൻ്റെ ഒരു കണ്ണ് നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞു. ആസ് യുവർ മദർ ഐ കുഡൻറ്റ് സ്റ്റാൻഡ് വാച്ചിങ് യു. അപ്പോൾ ഇവിടെ ആസ് യുവർ മദർ എന്ന് പറഞ്ഞാൽ ഇവിടെ അർത്ഥം വരുന്നത് നിൻ്റെ അമ്മ എന്ന നിലയിൽ എന്ന് പറയാനാണ്. ആസ് യുവർ മദർ
ഐ കുഡൻറ്റ് സ്റ്റാൻഡ് വാച്ചിങ് യു എന്ന് പറഞ്ഞാൽ ഇവിടെ അർത്ഥം വരുന്നത് എനിക്ക് നിന്നെ നോക്കി നിൽക്കാൻ കഴിഞ്ഞില്ല എന്നാണ് അർത്ഥം വരുന്നത്. ഐ കുഡൻറ്റ് സ്റ്റാൻഡ് വാച്ചിങ് യു ടു ഗ്രോ അപ്പ് ഹാവിങ് ജസ്റ്റ് വൺ ഐ. അപ്പോൾ ഇവിടെ എന്താ പറയുന്നത്? ഒരു കണ്ണ് മാത്രമായി നീ വളരുന്നത് നോക്കി നിൽക്കാൻ എനിക്ക് കഴിഞ്ഞില്ല എന്നാണ് ഇവിടെ അർത്ഥം വരുന്നത്. സോ ഐ ഗേവ് യു മൈൻ. അപ്പം എന്താ പറയുന്നത്? അതിനാൽ ഐ ഗേവ് യു മൈൻ എന്ന് പറഞ്ഞാൽ ഞാൻ എൻ്റേത് തന്നു എന്നാണ് അർത്ഥം വരുന്നത്. അതായത് എൻ്റെ കണ്ണ് നിനക്ക് തന്നു എന്നാണ് ഇവിടെ പറയുന്നത്. ഐ ലവ് യു എന്ന് പറഞ്ഞാൽ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്ന് പറയാണ്. അപ്പോൾ ഇവിടെ അമ്മ എന്താ പറഞ്ഞത്? ചെറുപ്പത്തിൽ അവൻ വളരെ ചെറുതായിരുന്നപ്പോൾ അവനൊരു അപകടം സംഭവിച്ചിട്ടുണ്ടായിരുന്നു. ആ അപകടത്തിൽ അവൻ്റെ ഒരു കണ്ണ് നഷ്ടപ്പെട്ടു. അപ്പോൾ അമ്മ എന്ന നിലയിൽ അവൻ ഒരു കണ്ണ് മാത്രമായി വളരുന്നത് കണ്ടു നിൽക്കാൻ അമ്മയ്ക്ക് കഴിഞ്ഞില്ല എന്നായിരുന്നു അമ്മ ആ ലെറ്ററിൽ എഴുതിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ അമ്മ എന്താ ചെയ്തത്? അമ്മയുടെ കണ്ണ് അവന് ദാനം ചെയ്തു എന്നാണ് ഇവിടെ അർത്ഥം വരുന്നത്. We never know what our parents had been through to see us happy. So never judge them and always respect them. We never know എന്ന് പറഞ്ഞാൽ എന്ന് പറഞ്ഞാൽ അറിയുക എന്നാണ് അർത്ഥം വരുന്നത്. അപ്പോൾ we never know എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരിക്കലും അറിയില്ല. എന്താണ്? വാട്ട് our പാരൻസ് എന്ന് പറഞ്ഞാൽ മാതാപിതാക്കളാണ്. അപ്പോൾ വാട്ട് our parents had been through. അപ്പോൾ ഇവിടെ had been through എന്നിവിടെ ഉദ്ദേശിക്കുന്നത് എന്തിലൂടെയാണ് അവർ കടന്നു പോയിട്ടുള്ളത് എന്ന് നമുക്കൊരിക്കലും അറിയില്ല എന്ന് പറയാനാണ് ഇവിടെ we never know what our parents had been through എന്ന് പറയുന്നത്. എന്തിനു വേണ്ടിയിട്ടാണ്? ടു see us happy, അതായത് നമ്മളെ സന്തോഷിപ്പിക്കാൻ എന്നാണ് ഇവിടെ അർത്ഥം വരുന്നത്. സോ നെവർ ജഡ്ജ് ദം. അപ്പോൾ ഇവിടെ എന്താ പറയുന്നത്? അതുകൊണ്ട് നെവർ ജഡ്ജ് ദം, ഒരിക്കലും അവരെ വിലയിരുത്തരുത് എന്നാണ് പറയുന്നത്. ആൻഡ് ഓൾവേസ് റെസ്പെക്ട് ദം. ആൻഡ് ഓൾവേസ് എന്ന് പറഞ്ഞാൽ എപ്പോഴും റെസ്പെക്ട് ദം എന്നാണ് പറഞ്ഞത്. അതായത് അവരെ ബഹുമാനിക്കണം എന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എങ്ങനെ ഉണ്ടായിരുന്നു? നിങ്ങൾക്ക് സ്റ്റോറി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ? അപ്പോൾ നിങ്ങളുടെ കമൻറ്റ് സെക്ഷനിൽ മെൻഷൻ ചെയ്യാൻ മറക്കരുത്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് മറ്റൊരു ദിവസം കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.